നമസ്കാരം. ദീപിക ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേരളത്തിലെ മുഖ്യമന്ത്രിയെ ഞായറാഴ്ചയ്ക്കുള്ളിൽ പ്രഖ്യാപിക്കുമെന്ന സൂചന. കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ പ്രത്യേക നിരീക്ഷകരായ അജയ് മാക്കനും മുകുൾ വാസ്നിക്കും ഇന്ന് വൈകുന്നേരത്തോടെ സംസ്ഥാനത്തെത്തും. പ്രഖ്യാപനം നീണ്ടുപോയാൽ അത് വിജയത്തിളക്കത്തെ ബാധിക്കുമെന്നും തർക്കം രൂക്ഷമാകാൻ ഇടയാക്കുമെന്നുമാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. വ്യാഴാഴ്ച വൈകുന്നേരത്തോടെ നടപടികൾ പൂർത്തിയാക്കുന്ന നിരീക്ഷകർ വെള്ളിയാഴ്ചയോടെ രാഹുൽ ഗാന്ധിക്കും പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്കും റിപ്പോർട്ട് നൽകും. തുടർ ചർച്ചകൾക്കായി ദീപാദാസ് മുൻഷിയും ഡൽഹിയിലെത്തും. തുടർന്ന് പ്രഖ്യാപനമുണ്ടാകും. അതേസമയം കേരളത്തിൽ പലയിടത്തും വി.ഡി. സതീശൻ, കെ.സി. വേണുഗോപാൽ, രമേശ് ചെന്നിത്തല എന്നിവർക്ക് വേണ്ടി ഗ്രൂപ്പ് മാനേജർമാരും അനുയായികളും പ്രചാരണം നടത്തിവരികയാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഇവരെ പിന്തുണച്ചുകൊണ്ടുള്ള ഫ്ലക്സ് ബോർഡുകൾ ഇന്നും പലയിടത്തും ഉയർന്നു. അതേസമയം സമൂഹ മാധ്യമങ്ങളല്ല മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. എം.എൽ.എമാരുടെ പിന്തുണയ്ക്കായി മത്സരമില്ലെന്നും ചെന്നിത്തല പ്രതികരിച്ചു. മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിൽ ഒരു കാലതാമസവും ഉണ്ടായിട്ടില്ല. എല്ലാം മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്നു. ഉചിതമായ സമയത്ത് ഹൈക്കമാൻഡ് തീരുമാനമെടുക്കുമെന്നും ചെന്നിത്തല പറഞ്ഞു. മുഖ്യമന്ത്രി ചർച്ചയുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ സോണിയാഗാന്ധിയെ കാണാൻ എത്തിയപ്പോഴാണ് ചെന്നിത്തല മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അതേസമയം മഹാരാഷ്ട്രയിലെ DCC പുനഃസംഘടന ചർച്ച ചെയ്യാനാണ് ഡൽഹിയിൽ എത്തിയതെന്നായിരുന്നു ചെന്നിത്തലയുടെ പ്രതികരണം. മുഖ്യമന്ത്രി പദത്തിലെ തർക്കം ദൗർഭാഗ്യകരമെന്ന് കോൺഗ്രസ് നേതാവ് ബെന്നി ബെഹനാൻ MP. വിവാദത്തിൽ പക്ഷം ചേരാനില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. തന്റെ നിലപാട് AICC നിരീക്ഷകരെ അറിയിക്കും. മുഖ്യമന്ത്രി പദത്തിൽ അവകാശവാദം ഉന്നയിച്ചുള്ള പരസ്യപ്രകടനം പാടില്ല. അണികളെ നേതാക്കൾ നിയന്ത്രിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രി പദം സംബന്ധിച്ചുള്ള കാര്യത്തിൽ 2 ദിവസത്തിനകം തീരുമാനമുണ്ടാകും. പുതിയ KPCC പ്രസിഡന്റ് ആരാണെന്ന ചോദ്യത്തിന് ഇപ്പോൾ പ്രസക്തിയില്ലെന്നും കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി നേതാവ് ആരാണെന്ന കാര്യത്തിലുള്ള തീരുമാനമാണ് ഇപ്പോഴത്തെ ചർച്ചയെന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രി ചർച്ചകൾ നടക്കുന്നതിനിടെ വി.ഡി. സതീശനെ കാണാൻ പറവൂരിലെ വീട്ടിലെത്തി TJ വിനോദും ദീപക് ജോയും. MLA-മാരുടെ അഭിപ്രായം അറിയാൻ AICC നിരീക്ഷകരായ അജയ് മാക്കനും മുകുൾ വാസ്നിക്കും കേരളത്തിൽ എത്താനിരിക്കെ മുഖ്യമന്ത്രി സ്ഥാനം ഉറപ്പിക്കാൻ ചരടുവലികൾ സജീവമാവുകയാണ്. വി.ഡി. സതീശനെ കണ്ടിറങ്ങിയ TJ വിനോദ് MLA മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ വിസമ്മതിച്ചു. മുഖ്യമന്ത്രി ചർച്ചകളോടുള്ള ചോദ്യത്തിന് TJ വിനോദ് മറുപടി പറഞ്ഞില്ല. രമേശ് ചെന്നിത്തലയുടെ ഏറ്റവും വിശ്വസ്തനായാണ് TJ വിനോദ് അറിയപ്പെടുന്നത്. അതിനാൽ തന്നെ വിനോദ് സതീശനെ കണ്ടതിലും കൗതുകമുണ്ട്. ജില്ലയിലെ സീനിയർ നേതാക്കളെ കാണുന്നതിന്റെ ഭാഗമായാണ് താൻ വി.ഡി. സതീശനെ കാണാൻ എത്തിയതെന്നാണ് ദീപക് ജോയ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ഇതിനിടെ വി.ഡി. സതീശനെ കാണാനായി 100 കണക്കിന് പ്രവർത്തകരാണ് സതീശന്റെ വീട്ടിലേക്ക് എത്തുന്നത്. വി.ഡി. തന്നെ മുഖ്യമന്ത്രിയാകണമെന്നാണ് പ്രവർത്തകർ ആവശ്യപ്പെടുന്നത്. സംസ്ഥാനത്തെ ഇടതുമുന്നണി ഭരണം കൊണ്ട് പൊറുതിമുട്ടിയ ജനം മാറ്റത്തിനായി വോട്ട് ചെയ്തെന്നും ജയം UDF-ന്റെ മിടുക്കല്ലെന്നും NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ. ജനാധിപത്യത്തിന്റെ വിജയമാണ് സംസ്ഥാനത്ത് കണ്ടത്. അത് കോൺഗ്രസിനും UDF-നും ഗുണകരമായി. വെറുതെ മത്സരിക്കാൻ വേണ്ടി മാത്രം നിന്ന ആളുകൾ പലരും ജയിക്കുന്ന സാഹചര്യം ഉണ്ടായെന്നും അദ്ദേഹം പറഞ്ഞു. അവരുടെ വിജയമാണെന്ന് ചിലരൊക്കെ അവകാശപ്പെടുന്നുണ്ട്. എന്നാൽ അങ്ങനെയൊന്നുമല്ല. പയ്യന്നൂരിലും തളിപ്പറമ്പിലുമുള്ള ആളുകൾ മറിച്ചു വോട്ട് ചെയ്യണമെങ്കിൽ അവസ്ഥ അതായിരുന്നു. ഭരണവിരുദ്ധ വികാരമല്ല, രാഷ്ട്രീയമായ ആഭ്യന്തര പ്രശ്നങ്ങളാണ് പയ്യന്നൂരിലും തളിപ്പറമ്പിലും വിമതരുടെ ജയത്തിന് കാരണമെന്ന് അദ്ദേഹം പ്രതികരിച്ചു. കോൺഗ്രസ് ആരെ മുഖ്യമന്ത്രിയാക്കിയാലും NSS-ന് വിരോധമില്ലെന്നും പറഞ്ഞു. കഴിവുള്ളവരെയും പരിചയമുള്ളവരെയും പരിഗണിക്കണം. ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പേര് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് NSS ചൂണ്ടിക്കാണിക്കില്ല. AICC ജനറൽ സെക്രട്ടറി K.C. വേണുഗോപാൽ MP-യെ വാനോളം പുകഴ്ത്തി വെള്ളാപ്പള്ളി നടേശൻ. K.C. വേണുഗോപാൽ ഇന്ത്യയിലെ അതികായനായ നേതാവാണെന്നും കോൺഗ്രസ് വിജയത്തിന്റെ ശില്പിയാണെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. മുഖ്യമന്ത്രിയെ ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്നും അതിലൊരു സമുദായ നേതാവിനും അവകാശമില്ലെന്നും അദ്ദേഹം പ്രതികരിച്ചു. വി.ഡി. സതീശൻ നല്ല പ്രതിപക്ഷ നേതാവായിരുന്നെന്നും ലീഗിന്റെ ഒത്താശയുണ്ടെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. രമേശ് ചെന്നിത്തലയെയും പുകഴ്ത്തി സംസാരിച്ച വെള്ളാപ്പള്ളി, രമേശ് ചെന്നിത്തല ഏറെ പ്രവർത്തന പാരമ്പര്യമുള്ള നേതാവാണെന്നും ഒരു വിവാദവും ഉണ്ടാക്കാത്ത ആളാണെന്നും പറഞ്ഞു. അതേസമയം UDF 100 സീറ്റ് നേടിയാൽ SNDP നേതൃത്വം താൻ ഒഴിയുമെന്ന് വെള്ളാപ്പള്ളി നേരത്തെ പ്രഖ്യാപിച്ചിരുന്നത് മാധ്യമപ്രവർത്തകർ ചൂണ്ടിക്കാട്ടിയപ്പോൾ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്നായിരുന്നു വെള്ളാപ്പള്ളിയുടെ പ്രതികരണം. ബാംഗ്ലൂരിൽ മർദ്ദനമേറ്റ് മലയാളി യുവതി മരിച്ച സംഭവത്തിലെ പ്രതി ദീപക് കൃഷ്ണയ്ക്കെതിരെ എറണാകുളത്തും കേസ്. തെരുവ് നായ്കൾക്കായി ഷെൽട്ടർ ഹോം നടത്തിയിരുന്ന മലയാളിയായ ദീപക് കൃഷ്ണയുടെ മർദ്ദനമേറ്റ് വാടാനപ്പള്ളി സ്വദേശിയായ സുനിത ആണ് മരിച്ചത്. ഇയാളുടെ ലൈംഗികാതിക്രമത്തെ ചെറുത്തതിനാണ് മർദ്ദിച്ചത്. 2024 ഇന്ത്യൻ കറൻസി നോട്ടുകൾ കീറി നശിപ്പിച്ചതിനാണ് ഇയാൾക്കെതിരെ കൊച്ചി സിറ്റി പോലീസ് കേസെടുത്തത്. പൊന്നുരുന്നിയിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർ സൂപ്പറ്റ് ഹോസ്പിറ്റലിൽ ചികിത്സയ്ക്കായി പാർപ്പിച്ചിരുന്ന ദീപകിന്റെ നായകളിൽ 2 എണ്ണത്തിനെ ഡിസ്ചാർജ് ചെയ്യുന്നതിന് ബില്ലടയ്ക്കണമെന്ന് സ്ഥാപനത്തിലെ വനിതാ ജീവനക്കാരി ആവശ്യപ്പെട്ടതാണ് പ്രതിയെ അന്ന് പ്രകോപിപ്പിച്ചത്. ഇതേ തുടർന്ന് 2024 ഒക്ടോബർ 19 ജീവനക്കാരി ഇയാൾ മൊബൈൽ ഫോണിലൂടെ അസഭ്യം പറയുകയും ഇതിനെ സ്ഥാപനോടമ ചോദ്യം ചെയ്തതിലുള്ള വിരോധത്താൽ 500 രൂപ നോട്ടുകൾ കീറിയെറിയുകയുമാണ് ഉണ്ടായത്. പൊതുഖജനാവിന് 4500 രൂപയുടെ മൂല്യം നഷ്ടം വരുത്തിയതിനും PDPP വകുപ്പ് പ്രകാരവുമാണ് ഇയാൾക്കെതിരെ അന്ന് കേസെടുത്തത്. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിന് TVKയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ച കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനവുമായി DMK. കോൺഗ്രസ് പിന്നിൽ നിന്ന് കുത്തുന്നവരാണെന്ന് DMK കുറ്റപ്പെടുത്തി. തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും ഭരണകക്ഷിയായ DMKയും ഒരുമിച്ചാണ് മത്സരിച്ചത്. TVK 107 സീറ്റുകൾ നേടി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായതോടെ കോൺഗ്രസ് നിലപാട് മാറ്റി. സർക്കാർ രൂപീകരണത്തിന് TVKയ്ക്ക് പിന്തുണ നൽകുകയായിരുന്നു.
വിജയ്ക്ക് പിന്തുണ നൽകിയ കോൺഗ്രസിനോട് DMK കടുത്ത അതൃപ്തിയാണ് രേഖപ്പെടുത്തിയത്. DMK സഖ്യത്തിന്റെ താൽപര്യങ്ങൾക്ക് വിരുദ്ധമായാണ് കോൺഗ്രസ് നിലപാട് സ്വീകരിച്ചത്. കോൺഗ്രസിനും DMKയ്ക്കും ഇടയിലുണ്ടായ ഭിന്നത ഇന്ത്യ സഖ്യത്തെയും ബാധിച്ചേക്കും. ഇന്ത്യ മുന്നണിയിൽ നിന്ന് DMK പിന്മാറുമെന്നത് അടക്കമുള്ള അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നുണ്ട്. DMKയുമായി ഒരുമിച്ച് മത്സരിച്ചതുകൊണ്ട് മാത്രമാണ് കോൺഗ്രസിന് 5 സീറ്റുകളെങ്കിലും ലഭിച്ചതെന്നും തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഒറ്റയ്ക്കാണ് മത്സരിച്ചതെങ്കിൽ 1 സീറ്റ് പോലും നേടാൻ കഴിയില്ലെന്നും DMK പ്രതിനിധി ശരവണൻ അണ്ണാദുരൈ പറഞ്ഞു. കോൺഗ്രസിന്റെ കൂറുമാറ്റത്തിൽ DMK നേതാവ് സ്റ്റാലിൻ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. വാണിജ്യ LPG സിലിണ്ടറിന്റെ വില കുത്തനെ കൂട്ടിയതിൽ പ്രതിഷേധിച്ച് സംസ്ഥാന വ്യാപകമായി ഹോട്ടലുകൾ അടച്ചു നിർത്തുന്ന പ്രതിഷേധം തുടരുന്നു. ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ, കേരള വ്യാപാരി വ്യവസായി സമിതി, വ്യാപാരി വ്യവസായി ഏകോപന സമിതി, ഓൾ കേരള കാറ്ററേഴ്സ് അസോസിയേഷൻ, ഹോസ്റ്റൽ ഓണേഴ്സ് ഫെഡറേഷൻ തുടങ്ങിയ പ്രമുഖ സംഘടനകൾ സമരത്തിൽ പങ്കാളികളാകുന്നു. ഹോട്ടലുകൾ അടച്ചതോടെ ഓൺലൈൻ ഭക്ഷണ വിതരണവും നിർത്തിവെച്ചു. 19 കിലോ സിലിണ്ടറിന് ഒറ്റയടിക്ക് 993 രൂപ കൂടിയതിനാലാണ് പ്രതിഷേധം. ഇതോടെ ഹോട്ടൽ മേഖലയ്ക്ക് കടുത്ത ആഘാതം സൃഷ്ടിച്ച് സംസ്ഥാനത്ത് വാണിജ്യ സിലിണ്ടർ വില 3000 കടന്നു. 3100ഓളം രൂപയാണ് നിലവിൽ 19 കിലോ സിലിണ്ടറിന്റെ വില. വില കുറയ്ക്കാതെ മുന്നോട്ടു പോകാൻ സാധിക്കില്ല എന്ന നിലപാടിലാണ് ഹോട്ടലുകളും കാറ്ററിംഗ് സർവീസുകളും. ഇതോടുകൂടി പ്രധാന വാർത്തകൾ അവസാനിച്ചു. സത്യസന്ധമായ വാർത്തകൾ അറിയാൻ ദീപിക ന്യൂസ് ഫോളോ ചെയ്യൂ.